ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 5 സ്റ്റെപ്പ് വരുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാനായി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്തോളൂ, അത് യാതൊരു കുഴപ്പവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ടുള്ള ലിക്വിഡിറ്റി സ്ട്രാറ്റജിയാണ് പറഞ്ഞു തരാനായി പോകുന്നത്. ഈ ഒരു സ്ട്രാറ്റജി മുഴുവനായിട്ടും ലിക്വിഡിറ്റി മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഈ ലിക്വിഡിറ്റി മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണിത്. ഇത് ഞാൻ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ്. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനായി പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത ശേഷം താഴെ കമൻറ്റിൽ പറയുക ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ മറ്റുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ട്രാറ്റജി പ്രധാനമായിട്ടും ഏഷ്യ സെക്ഷൻ ലിക്വിഡിറ്റി അടിസ്ഥാനമാക്കിയാണ് വർക്ക് ചെയ്യുന്നത്. ഏഷ്യ സെക്ഷനിൽ പോവുക. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ട്രേഡിംഗ് വ്യൂവിൽ 50 മിനിറ്റ് പോവുക. 50 മിനിറ്റ് പോയ ശേഷം ട്രേഡിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അതെടുക്കുക. ട്രേഡിംഗ് സെക്ഷൻ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് വരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത്തരത്തിൽ ട്രേഡിംഗ് സെക്ഷൻ എന്നൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ട്രേഡിംഗ് സെക്ഷനിൽ അടിച്ചു കൊടുത്താൽ ഇൻഡിക്കേറ്റർ വരും. അപ്പോൾ അത് ആഡ് ചെയ്യുക. ചാർട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരത്തിലായിരിക്കും കാണുന്നത്. ഈ നീല ബോക്സിൽ കാണുന്നതാണ് നമ്മുടെ ഏഷ്യ സെക്ഷൻ. ഏഷ്യ സെക്ഷൻ പ്രധാനമായിട്ടും ലിക്വിഡിറ്റി മാത്രമാണ്. അപ്പോൾ ഏഷ്യ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏഷ്യ സെക്ഷൻ നോക്കിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ബോക്സ് കാണുന്നതാണ് ഏഷ്യ സെക്ഷൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏഷ്യ സെക്ഷൻ്റെ ഹൈ മാർക്ക് ചെയ്യുക. ഇത്തരത്തിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് മാർക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു ലോയും മാർക്ക് ചെയ്യുക. ലോയും മാർക്ക് ചെയ്യുക, ഹൈ മാർക്ക് ചെയ്യുക. ഈ ലോ നമുക്ക് എപ്പം ലോയോ ഹൈയോ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയാനായി പോകുന്നത് ഏഷ്യ സെക്ഷൻ ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മൾ ഒന്നാമത്തെ കാര്യത്തിൽ നോക്കണം. അതിനുശേഷം ലോവർ ടൈമിൽ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് നമുക്ക് കിട്ടണം. പിന്നീട് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏഷ്യ സെക്ഷൻ്റെ മറ്റൊരു ലിക്വിഡിറ്റി ടാർഗറ്റാണ്. അത് നിങ്ങൾക്ക് ഞാൻ ചാർട്ടിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏഷ്യ സെക്ഷനിൽ ലോയോ ഹൈയോ ഫസ്റ്റ് സ്വീപ്പ് ചെയ്യണം ലിക്വിഡിറ്റി. അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഈ സെക്ഷൻ്റെ, അതായത് ഈ ഒരു ഏഷ്യ സെക്ഷൻ്റെ ലോയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ലോ നിങ്ങൾ മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തു. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാർക്കറ്റ് ഷിഫ്റ്റ് വേണം. അതായത് നമുക്ക് രണ്ടാമത്തെ റൂൾസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് വേണം. അത് നമുക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു മനസ്സിലാക്കണമല്ലോ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെന്ന്. ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് ടാർഗറ്റ് ഏഷ്യ സെക്ഷൻ്റെ ഓപ്പോസിറ്റ് പോയിട്ട് ലിക്വിഡിറ്റി ടാർഗറ്റായിട്ട് ഹണ്ട് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോകും. അപ്പം ഈ ഒരു ലോ മാർക്കറ്റ് ഇവിടെ നോക്കിയാൽ ലോ സ്വീപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഈ ലോ സ്വീപ്പ് ചെയ്തു. നമുക്ക് ലോവർ ടൈമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ലോവർ ടൈം ആയിട്ടുള്ള 1 മിനിറ്റോ 3 മിനിറ്റോ നിങ്ങൾ പോവുക. ഞാൻ അവിടെ 1 മിനിറ്റിൽ പോയി. 1 മിനിറ്റ് എന്താണ് എനിക്ക് വേണ്ടത്? ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് നമുക്ക് വേണം. ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടുക. നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ എൻട്രി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, മിനിറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഇതാണ് ലോ. പിന്നീട് മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയെന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് ഒന്ന് ഹൈ ഇതല്ലേ, ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനായി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 3 മിനിറ്റിലും സ്ട്രക്ചറൽ ഷിഫ്റ്റ് നോക്കുന്നതിനെ കുറിച്ച് നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാൽ സാധിക്കും ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ബ്രേക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എടുക്കണം. എൻട്രി എടുക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ നമുക്ക് 1 മിനിറ്റിൽ എൻട്രി എടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് 5 മിനിറ്റിലും എൻട്രി എടുക്കാം.
5 മിനിറ്റിൽ എൻട്രി എടുക്കുന്നതിന് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. അതായപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതൊരു ലിക്വിഡിറ്റി സ്ട്രാറ്റജി ആയിക്കൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ സ്പീഡിലായിരിക്കും പോകുന്നത്. നമുക്ക് ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് വന്ന് നമ്മൾ ഓർഡർ എടുത്തുകൊണ്ട് പോകണമെന്ന് യാതൊരു ഇതുമില്ല. ചിലപ്പോൾ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടച്ച് ചെയ്യാതൊക്കെ പോകും. എൻ്റെ മിക്ക ട്രേഡിംഗ് സെക്ഷനിൽ ഞാൻ കിട്ടുന്ന സംഭവം എന്ന് വെച്ചാൽ കറക്റ്റ് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയ ശേഷം മാർക്കറ്റ് നമ്മൾ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്യാതെ പോകുന്ന പല സാഹചര്യം കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കിയാൽ ഇതാണ് നമ്മൾ അവസാനത്തെ സെൽ ടു ബൈ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം വരാതിരിക്കാനായിട്ട് ഞാൻ എന്തോ ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1 മിനിറ്റിൽ തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ എൻട്രി എടുക്കുകയാണ് ചെയ്യുന്നത്. 1 മിനിറ്റിൽ പോയ ശേഷം എനിക്ക് എവിടെയാണോ മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയത് അവിടെ ഞാൻ എൻട്രി എടുക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഞാൻ എൻട്രി എടുത്തു, ഞാൻ സ്റ്റോപ്പ് ലോസ് ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ആണ്, ഞാൻ ഈ ലോ വരെ കവർ ചെയ്തു. അതിനുശേഷം എൻ്റെ ടാർഗറ്റ് ഏതാണ്? ടാർഗറ്റ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്, നമുക്ക് ഏഷ്യ സെക്ഷൻ്റെ ഹൈ വരെ കൊടുക്കാം. കാണിച്ചു തരാം. ഇവിടെയാണ് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയത്. ഏഷ്യ സെക്ഷൻ്റെ ഐ നമുക്ക് കൊടുക്കാം. ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലേ? നമുക്ക് ഇവിടെ ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് ഏഷ്യ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഏഷ്യ ലിക്വിഡിറ്റി ആയിട്ടുള്ള ഏഷ്യ ലിക്വിഡിറ്റിയുടെ ഹൈ വെക്കുക. ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലേ? നോക്കിയേ, ടാർഗറ്റ് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് നമ്മൾ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. വീണ്ടും വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും യൂറോ US ഡോളറിലാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു സ്ട്രാറ്റജി പ്രധാനമായിട്ടും യൂറോ USDക്കായിട്ടാണ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും ഈ ഒരു ഏഷ്യ സെക്ഷൻ ലിക്വിഡിറ്റി നോക്കാം. നമുക്ക് അതിൻ്റെ ഹൈ മാർക്ക് ചെയ്യുന്നു, വീണ്ടും ലോ മാർക്കറ്റ് ചെയ്യുന്നു. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ആദ്യം മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്കറ്റ് സ്വീപ്പ് ചെയ്യണം. ഇപ്പോൾ ഇതിലേതാണ് ആദ്യം മാർക്കറ്റ് സ്വീപ്പ് ചെയ്തത്? നോക്കിയാൽ ഇവിടെ മനസ്സിലാവും. ഏഷ്യ സെക്ഷൻ തീർന്ന ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു, വീണ്ടും വന്നു, താഴേക്ക് വന്ന ശേഷം ഈ ഒരു ഹൈ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നു. നോക്കിയേ, മാർക്കറ്റ് ഈ ഹൈ സ്വീപ്പ് ചെയ്തില്ലേ? അപ്പോൾ മാർക്കറ്റിൻ്റെ മുകൾ ഭാഗം ഏഷ്യ സെക്ഷൻ്റെ ഹൈ മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു അതിനുശേഷം. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ലോ ടൈമിൽ പോവുക. അതായത് ഇപ്പോൾ ഹയർ ടൈമിൽ ഇത്തരത്തിൽ പോയ ശേഷം ഇത്തരത്തിൽ മാർക്കറ്റ് ബുള്ളിഷാണ്, ലോ ടൈമിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുക. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമുക്ക് കൺഫർമേഷൻ വേണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മാർക്കറ്റ് ഇതിലെ നമുക്ക് 1 മിനിറ്റിലേക്ക് സ്വിഫ്റ്റ് ചെയ്യുക. 1 മിനിറ്റിൽ പോയ ശേഷം അവിടെ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. നമുക്കറിഞ്ഞുകൂടാ അവിടെ മാർക്കറ്റിന് താഴേക്ക് പോകുമോ ഇല്ലയോ എന്ന്. അപ്പം മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, കൃത്യമായിട്ട് കാണാം. ഈ ഒരു ഹൈ ആണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. പിന്നെ ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടും. മാർക്കറ്റ് ഷിഫ്റ്റ് നമുക്ക് കിട്ടിയില്ലേ? മേജറായിട്ടുള്ള മാർക്കറ്റ് ഷിഫ്റ്റ് നോക്കാം, മൈനറായിട്ടുള്ള നോക്കുകയും ചെയ്യാം. ഓക്കെ, മേജറായിട്ട് നോക്കിയിരുന്നാൽ അവിടെ എൻട്രി മിസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു ലിക്വിഡിറ്റി സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ സ്പീഡിലാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പം ഇവിടെ നമുക്കിതായി. പിന്നെ നമുക്ക് 5 മിനിറ്റിലേക്ക് പോവുക. 5 മിനിറ്റിൽ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, വേണ്ടേ ഇവിടെ നോക്കിയാൽ ഈ ഒരു അവസാനത്തെ ബൈ ടു സെൽ ക്യാൻഡിൽ മാർക്ക് ചെയ്തു. ഇവിടെ വന്ന് ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ടാപ്പ് ചെയ്തും മാർക്കറ്റ് പോകും, ടാപ്പ് ചെയ്യാതെയും പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈ ഓർഡർ വെച്ച ശേഷം ടാർഗറ്റ് ഏതാണ്? ടാർഗറ്റ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഏഷ്യ ലിക്വിഡിറ്റി വെച്ചു. നോക്കിയേ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലേ? മാർക്കറ്റ് അവിടെ ഹിറ്റ് ചെയ്ത ശേഷം മാത്രമാണ് നോക്കിയേ മാർക്കറ്റ് മുകളിലേക്ക് പോയേക്കുന്നത്. ഏഷ്യ സെക്ഷന് മൊത്തമായിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ശേഷം മാത്രമേ മാർക്കറ്റ് വേറെ സൈഡിലോട്ട് പോയത്. അപ്പം ഇവിടെ നോക്കിയേ, നമ്മുടെ ടാർഗറ്റിൻ്റെ വലിപ്പം നോക്കിയേ. അപ്പം ഈ ഒരു സ്ട്രാറ്റജി പ്രധാനമായിട്ടും ലിക്വിഡിറ്റി അടിസ്ഥാനമാക്കിയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വളരെ വർക്കിംഗ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്.
ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത ശേഷം ഈ ഇത്തരത്തിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ താഴെ കമൻറ്റിൽ മറക്കാതെ പറയുക ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മറക്കാതെ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടെ ഒന്ന് പരിഗണിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരത്തിൽ യൂസ്ഫുള്ളായ വീഡിയോസ് ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.